ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ലോങ് ജേർണി ആണ് കേട്ടോ. കാരണം നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് കുറേ നാളായി പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് ഫുള്ള് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. അങ്ങനെ ഇറങ്ങി നമ്മൾ രാവിലെ ഒരു 5:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകുന്ന വഴി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. നേരെ നമ്മൾ ചുരം കയറുവാണ് കേട്ടോ. ഈ ഒരു ചുരം കടന്നു കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാടെത്തും. പിന്നെ നമ്മൾ ഫുള്ള് പോകുന്നത് ഫോറസ്റ്റിലൂടെയാണ് കേട്ടോ. ഒരുപാട് വൈൽഡ് ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വേറെ വീഡിയോ കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഒന്നും പ്രതീക്ഷിക്കാതെ പോയതാണ് കേട്ടോ. ഹോട്ടലാണെങ്കിലും കാടിൻ്റെ നടുക്കാണ് മസനഗുഡി. കാടിൻ്റെ നടുക്കായിട്ട് ഷാലറ്റ്സ് മസനഗുഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. 3 days സ്റ്റേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയാണ് 3 ദിവസം. നല്ലൊരു അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ സാധാരണ എക്സ്പെക്റ്റ് ചെയ്തതിലും കൂടുതലും കുറച്ചുകൂടി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ വ്യൂസൊക്കെ ആണെങ്കിലും ഇവിടെയൊക്കെ നമുക്ക് വൈൽഡ് ആനിമൽസൊക്കെ വന്ന് നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അവരെയൊക്കെ ഒരുപാട് എന്തായിട്ട് കാണാൻ പറ്റും അടുത്ത് നിന്നൊക്കെ. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ വേറൊരു ഹോട്ടൽ കൂടി ഉണ്ട്. ഈ ഒരു 2 ഹോട്ടൽ മാത്രമേ അവിടെയുള്ളൂ. പിന്നെ ഫുള്ളും ഫോറസ്റ്റാണ്. പിന്നെ എത്രയോ കിലോമീറ്റർ കഴിഞ്ഞാലാണ് ഒരു കടയെങ്കിലും ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയാണ്. ഒരു അഡ്വഞ്ചർ അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കടുവ, അതേപോലെ തന്നെ ആന, ഒരുപാട് സാധനങ്ങളൊക്കെ വന്നു പോയി. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നമ്മളെത്തി ഒരു 3:30 ആയപ്പോൾ എത്തി. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ അവിടെ അടുത്ത് തന്നെ ഒരു ആനിമൽ ഫീഡിങ് ക്യാമ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി. അപ്പോൾ ഞങ്ങൾ എത്തിയ സമയത്ത് ഇത്തിരി ലേറ്റായി. അതുകൊണ്ട് തന്നെ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പിറ്റേ ദിവസം അല്ല, അന്ന് തന്നെ രാത്രിയാണ് കേട്ടോ. രാത്രിയിലെ വ്യൂ ആണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഒരു 5 മണി കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് ഒരു സൈറ്റ് സീയിങ്ങിന് പോയതാണ്. എൻ്റെ പൊന്നെ, ഇതാ ഫ്രണ്ടിൽ തന്നെ, അതായത് റിസോർട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ, ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ ആന. ഇവനൊരു കൊമ്പനാണ് കേട്ടോ. നമ്മൾ കണ്ടപ്പോൾ തന്നെ ആദ്യം ഒന്ന് പേടിച്ചു. കാരണം ഭയങ്കര ഒരു സൈസായിരുന്നു കേട്ടോ അവൻ. നമ്മൾ ജസ്റ്റ് നടക്കുന്ന ഒരു വഴിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്ത് ജസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം തന്നെ ഫ്രണ്ടിൽ നിൽക്കുന്നു. ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെയൊക്കെ ആകുമ്പോൾ വെള്ളം കുടിക്കാനൊക്കെ ഇങ്ങോട്ട് വരും. അതിൻ്റെ അടുത്തൊരു അരുവി ഉണ്ടായിരുന്നു കേട്ടോ. അത് ലക്ഷ്യമാക്കിയിട്ട് വന്നതാണ്. ഈ ഒരു മരമൊക്കെ ആൾ മറിച്ചിട്ടതാണ്. അതിൻ്റെ അകത്ത് നിന്ന് ആ തൊലി ഉരിഞ്ഞ് കഴിക്കും കേട്ടോ. അങ്ങനെ അതാ രണ്ടാമത് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് കുറച്ചുകൂടി നീങ്ങിയപ്പോൾ അവിടെ നിൽക്കുന്ന ഒരാൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് കുറച്ച് നീങ്ങി കാടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടോ. അപ്പോൾ ഈ രാവിലെ സമയമായത് കൊണ്ടിട്ട് തന്നെ ഒരുപാട് പേര് ഇങ്ങനെ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വരും കേട്ടോ. ജീപ്പ് സഫാരി പോലെയാണ് പോയത്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ നടുവിന് നല്ല പണി കിട്ടിയെന്ന് തന്നെ പറയാം. അത്ര നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ രാവിലെ ആയതുകൊണ്ട് അത്യാവശ്യം ഒരുപാട് ആനിമൽസിനെ കാണാൻ പറ്റി. പിന്നെ തണുപ്പ് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ അത് സംസാരിക്കുമ്പോൾ പോലും വായിന്ന് പുക വരെയാണ്. പിന്നെ ഇവരെ എല്ലായിടത്തും കണ്ടു കേട്ടോ. ചറ കണ്ടു ഇവരെ. അതുകൊണ്ട് തന്നെ ഇവരെ അങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നിയില്ല. പിന്നെ ആദ്യത്തെ 2-3 വീഡിയോസ് ഞാൻ ആഡ് ചെയ്യാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദാ പുള്ളിയൊക്കെ കുത്തി നിൽക്കുന്നു. ഇവരെ പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും പോകുമ്പോൾ കാണാമെന്ന് കൊണ്ടിട്ട് വലിയ പ്രശ്നമൊന്നുമല്ല. അതായത് വലിയ ഒരു സംഭവമൊന്നും ആയിട്ട് തോന്നാറില്ല. പിന്നെ കുറേ പന്നീനെ കണ്ടു. പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊന്ന് ചായ കുടിക്കാൻ ഒരു ചെറിയ കടയുണ്ട്, അവിടെ നിർത്തി കേട്ടോ. അവിടെ ആണെങ്കിൽ നിറയെ പട്ടികളും നല്ല രസമുണ്ട്. നമ്മുടെ പുറകെ വരെയായിരുന്നു. ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചത് കൊടുത്തു. കാരണം അത് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ആൾക്കാരിങ്ങനെ കൊടുക്കുന്നുണ്ടാവും. മേ ബി അതായിരിക്കാം. അത് കഴിഞ്ഞപ്പോൾ ദേ ഈ ആൾ വന്നു കേട്ടോ. ഇവരും നമ്മുടെ വണ്ടി പോകുമ്പോഴത്തേക്കും സൈഡിൽ വന്ന് നിൽക്കും. വണ്ടിയുടെ സൈഡിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു മലയുടെ മണ്ടയിൽ കയറി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഫുള്ളും കാണാം. ഊട്ടി എന്ന് പറയുന്ന ആ ഒരു ഫുൾ ഏരിയ നമുക്ക് ഇവിടെ നിന്ന് കാണാമെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ.